ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അവസാനമായിട്ട് ഏത് വീഡിയോ? മാങ്ങ ജ്യൂസ് അതാണ് ഇട്ടത്. പിന്നെ ഇതുവരെ ഇട്ടില്ല, കാരണം പ്രത്യേകിച്ച് ഇടാനൊന്നും ഇല്ല. വീട്ടിൽ ഇരുന്ന് എണീക്കുക ഉറങ്ങുക എണീക്കുക ഉറങ്ങുക, അതുകൊണ്ട് ഒന്നും ചെയ്തില്ല ഞാൻ. അപ്പം അമ്മച്ചി പറഞ്ഞ് നമുക്കിന്നൊരു പാക്ക് ഇടാന്ന് തലേ ഉണ്ടോ, കറ്റാർ വാഴയൊക്കെ വെച്ച്. കറ്റാർ വാഴ, ചെമ്പരത്തി, പിന്നെന്താ നീലാമരിപ്പൊടി. ഇതാദ്യമായിട്ടാട്ടെ എൻ്റെ തലയിടുന്ന അമ്മ. ഇതാദ്യമായിട്ടല്ലേ ഇടാൻ പോകുന്നത്? അല്ലേ, നീലാമരി എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പാക്ക് ആദ്യമായിട്ടാണ് ഇടുന്ന കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അമ്മ വയസ്സാവുന്നു. അമ്മയുടെ തലയിലൊക്കെ നര ഞാൻ പിച്ചി കളഞ്ഞോണ്ടിരിക്കുക. ഇല്ല, ഞാൻ എത്രാമത്തെ നരയെന്നറിയ ഇപ്പൊ പിച്ചി കളയുന്ന. എനിക്ക് ഇഷ്ടമല്ല. അമ്മ വയസ്സാവുന്ന പറഞ്ഞ എനിക്ക് നാണക്കേടായി. അമ്മ കിളവിയായി. അങ്ങനെ പറയില്ല. ഞാൻ പറയും അമ്മ വയസ്സായ, അയ്യോ അമ്മ വയസ്സായി കിളവി. അമ്മയുടെ മുടി മൊത്തം വെള്ള കളറാവുന്നുണ്ട്. ആലോചിക്കാൻ എന്തുവാ അമ്മ പറയുന്നേ? ഇയാള് ഒരു ദിവസം വയസ്സാവും. ഞാൻ കളർ ചെയ്യും മുടി. അമ്മ നമ്മുടെ മുടി വെള്ളയാകുമ്പോ അമ്മ പോയി മൊത്തം അങ്ങ് വെള്ളയടിക്കുന്നു. ഞാൻ ബോബ് ചെയ്തിടും. പിന്നെ ഈ പാക്ക് ഇപ്പോഴല്ല, ഞാൻ പണ്ട് വിട്ടിട്ടുണ്ട്. മുത്തിന് ഓർമ്മയില്ലാത്തതാ. ഞാൻ പണ്ട് വിട്ട് തന്നിട്ടുണ്ട്. നീലാമരി വെച്ച് മിക്സ് ചെയ്ത്, നീലാമരി ഉലുവയുടെ കൂടെ ഒക്കെ ചേർത്തിട്ട്. നിനക്ക് ഓർമ്മയില്ല? വർഷങ്ങളായി കാണും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് പാക്കിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം റെഡിയാണ്. ഇനി ഈ കറ്റാർ വാഴയൊന്ന് റെഡിയാക്കി വൃത്തിയാക്കി എടുക്കണം. കുറെ കറ്റാർ വാഴ ഇരിപ്പുണ്ടെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം മിക്സ് ചെയ്യണം. നമുക്ക് മിക്സിയിൽ അടിക്കുന്നതാണ്. ഈ നീലയമരി നമ്മളെ ഈ നീലയമരി മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ, നല്ല കറുപ്പ് ഒരു ഡൈ ചെയ്യുന്നതിന് സമമായത് നരച്ചെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് ഇച്ചിരി തൈര്, അത് നല്ല മുടിയുടെ ഫംഗസ്, തലയില് താരൻ അങ്ങനെയുള്ളതൊക്കെ പോവാൻ വേണ്ടി. ഇതെല്ലാം നമുക്ക് മിക്സിയിൽ അടിക്കാം. നമുക്ക് ആദ്യം പൂവിടാം, ചെമ്പരത്തി പൂവ്. അതിനകത്തോട്ട് നമ്മുടെ വേണ്ട ഇൻഡിഗോ പൗഡർ, നീലാമരി തട്ടിയിട്ട്. നീലാമരിയൊക്കെ ഈ അങ്ങാടിക്കടയിൽ കിട്ടും കേട്ടോ. തൈര് അങ്ങാടിക്കടയിലും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ ചിലപ്പോൾ മായമുള്ളതായിരിക്കും. നമ്മളെ കറ്റാർ വാഴ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചതാ. കറ്റാർ വാഴ നമ്മള് എണ്ണ കാച്ചാൻ നേരത്ത് കൊറേ കിട്ടിയായിരുന്നു. അപ്പൊ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച്. വെള്ളം ഒഴിക്കാതെ മതി. ഇതാര് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് കുളിച്ച് വയ്യ കേട്ടോ കുഞ്ഞിന്. എന്താ പറ്റിയമ്മ? അമ്മ രാവിലെ പോയ ഇപ്പഴാ വന്നത്. ഇനി നമുക്ക് അരയ്ക്കാം. അപ്പോൾ അരച്ച് കഴിഞ്ഞ് അത് നമ്മുടെ ഒരു ബൗളിലോട്ട് മാറ്റി. ഇതിന് കറക്റ്റ് നമ്മളൊരു ഡൈയുടെയൊക്കെ മണം ആ നീലാമ്പരി പൊടി ഇട്ടുകൊണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ പാക്ക് ഇടുമ്പോൾ ആദ്യം എണ്ണ തേക്കണം. അമ്മ 2 ദിവസം മുന്നേ മയം എന്ന് പറഞ്ഞിട്ട് അമ്മ കമത്തി എണ്ണ എൻ്റെ തലയിൽ. അതുകൊണ്ട് താണ്ട് അമ്മ പിന്നെ എണ്ണയ്ക്ക് ഞാൻ ഷാമ്പു ഇടും ഗൈസ്. അപ്പോൾ അതാണ്ട് സ്ഥിരം പ്ലേസ് കല്ലിൻ്റെ മണ്ട ഒക്കെ എണ്ണ തേച്ച് തരും അമ്മ. വെക്കേഷൻ ഇതൊന്നും അല്ല, സ്കൂളുള്ളപ്പോൾ ഒന്നും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെക്കേഷൻ ഇതെല്ലാം ചെയ്യണം എന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ മടി കാരണം മിക്ക ദിവസം ചെയ്യുന്നില്ലെന്ന്. അപ്പം അമ്മ ഇന്ന് അടിയായിരുന്നു, നീ ഫോൺ എടുക്കുന്നത് കാണണമല്ലോ ഇതൊന്നും ചെയ്തില്ലെങ്കിലെന്നും പറഞ്ഞ് ചെയ്തു കൊടുക്കാൻ വിളിച്ചാലും വരണ്ടേ. ചൂട് കാരണം ഇങ്ങനെ ഒന്നും വന്ന് ഇരിക്കാൻ വയ്യ. പുഴുങ്ങുവാ. കൊല്ലത്ത് പാലക്കാടുമാണ് ചൂട് കൂടുതൽ.
2 ഫാനൊക്കെ ഇട്ട് കിടന്നിട്ടും ചൂട് ഒരു രക്ഷയില്ല. അതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ മുടി കഴിച്ചിട്ട് ഭ്രാന്തെടുക്കും. അപ്പം ഇനി എണ്ണ വെച്ചിട്ട് ബാക്കി നമ്മൾ എവിടെ നിന്നാലും ഓടിങ്ങി വരും 2 എണ്ണം. അല്ല ഇവനൊരെണ്ണം ഒരാൾ കൂട്ടി കിടക്കുന്നു. ബ്ലാക്കി ഇനി അപ്പുറത്തൂടെ കറങ്ങിയൊക്കെ വരത്തുള്ളൂ. ഓ കേറി അവിടെ ഇരി. ഓ അവൻ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കൊറേ പേര് നമ്മളെ ഷോർട്സ് കാണുമ്പോ ചോദിക്കും ടോബീനെ എന്താ ഇപ്പൊ കാണിക്കാത്തെന്ന്. ടോബി ഇപ്പൊ ഫുൾ ടൈം കൂട്ടില്ല. ഈ വെയിലൊക്കെ ആയതുകൊണ്ട് തുറന്നൊന്നും വിടത്തില്ല. കൂട്ടിന്റെ അടുത്ത് ചെടിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടോബി അവന് ഇഷ്ടമല്ല ഇങ്ങനെ ഒന്ന് സ്നേഹിക്കുന്ന. ഇവനും ഇഷ്ടമല്ല അവനെ സ്നേഹിക്കുന്ന. അത് വേറെ കാര്യം. ടോബി ടോബി ഇവിടെ നോക്ക് നോക്ക് വീഡിയോ നോക്ക് പൊന്നു. കട്ടിയായി മുത്തിന്റെ തലയിൽ ഈ പാക്ക് തേച്ചിട്ട് ഒരു കുരിപ്പമ്മ 2 ദിവസം കുരിപ്പൊന്നും ഇല്ലായിരുന്നു. ഒരുമാതിരി മൈലാഞ്ചി പൊടി കലക്കുമ്പോൾ ഉള്ള മണം. നീലാമരിയാ മുടിക്ക് കറുപ്പ് കിട്ടാനും മുടി നല്ലപോലെ എനിക്ക് മുടി വളരാനും നല്ലതാ. ഇനി തേച്ചിട്ടൊക്കെ ബാക്കി കാണാം. അതാണ്ട മുത്തിന്റെ തലയൊട്ടിയിലെല്ലാം എല്ലായിടവും തേച്ചു കൊടുത്ത കേട്ടോ. ഞാൻ നരക്കത്തില്ല. എല്ലായിടവും ഇത് നരയ്ക്കാൻ മാത്രമല്ലല്ലോ, നരയ്ക്ക് മാത്രമല്ലല്ലോ. ഞാൻ നരച്ച അമ്മ നല്ലൊരു ഹെയർ പാക്ക് ആട്ടോ. മുടി നല്ലപോലെ കിളിക്കും. പിടി അങ്ങോട്ട് ജാടേ ഭാഷയാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഇതെൻ്റെ പൊന്നമ്മ. ഞാൻ തൂക്കുന്ന നേരത്ത് വന്ന അമ്മയ്ക്ക് ഓർമ്മയ്ക്കായിട്ട് വല്ലപ്പോഴും ഒക്കെ തൂക്കുമ്പോൾ അമ്മ ഇങ്ങനെ വീഡിയോ എടുക്കും. അമ്മ അങ്ങനെ തൂക്കാൻ നേരത്ത് അമ്മ വന്ന് വീഡിയോ എടുക്കുന്നു. അമ്മയ്ക്ക് ഇടയ്ക്ക് ഞാൻ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഇടയ്ക്കൊക്കെ എടുത്ത് വെച്ചിരുന്ന് കാണാൻ വേണ്ടി. അഹങ്കാരം തുടങ്ങി മുത്തിന്. ചൂട് കാരണം ആർക്കും പരിക്കാതിരിക്കാൻ വയ്യ. എല്ലാരും പുറത്ത് അടയ്ക്ക. ഞാൻ തൂത്ത് കഴിഞ്ഞതുകൊണ്ട് അമ്മ തൂക്കുന്നു. ഈ സമയം കൊണ്ട് നമ്മൾ തലയിൽ തേച്ചതെല്ലാം തലയിൽ പിടിക്കും. ഒരു 10-20 മിനിറ്റെങ്കിലും തലയിൽ വയ്ക്കണം പാക്ക്. ഗൈസ് കുറച്ച് നേരം 1/2 മണിക്കൂറോളം ആയി തലയിട്ടിട്ട്. ഞാൻ കുളിക്കാൻ പോവുക. വെള്ളം ഒലിച്ച് വരുന്ന ഞാൻ തുടച്ചിരിക്കുക. പിന്നെ ഞാൻ വെച്ചാൽ എന്തായാലും അമ്മ വെളിയെത്തി കുളിപ്പിക്കാന്ന് പറഞ്ഞ അമ്മ പക്ഷെ തൂക്കണം ഇനി തുടച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വെച്ച് ഞാൻ കയറി കുളിക്കാന്ന്. അപ്പം ബാക്കി കുളിച്ചിറങ്ങിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, കുളിച്ച് കഴിഞ്ഞ് മുടി ഉണങ്ങി ചോറുണ്ട്. ആ സമയം കൊണ്ട് ചോറുണ്ട്. വയറ് കളഞ്ഞ് എനിക്ക് അനങ്ങാൻ വയ്യ. പാക്കിട്ടിട്ട് മുടി കൊള്ളാം. ഇപ്പം എല്ലാ പാക്കും ഇടുന്ന പോലെയല്ല, ഒരു പ്രത്യേകത പറയാൻ അറിയത്തില്ല. ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. നല്ല സോഫ്റ്റ് മുടി. ഇവിടെ അടി നടക്കുന്നു. ടോബിയും ബ്ലാക്കി. ടോബി എൻ്റെ പുറത്ത് ചാടി കയറി ഇതാ മുറിഞ്ഞ്. അമ്മ താണ്ട് ഇവിടെ നിന്ന് കാപ്പി കുടിക്കുന്നു. ഇതുവരെ തല കഴുകിയില്ല. ഇതോ ബാക്കി ഒരാളിരിക്കുന്നു. ഇവൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരുന്നില്ല. പൊന്നിങ്ങി വന്നേ, ഓടിവാ. ഓടി ആ കുടുങ്ങുന്നു മഴയ്ക്ക. പൊന്നെന്തി എൻ്റെ ചക്കര പൊന്നേ, നീ വാ പൊന്നാരി, നീ വാ. അയ്യോ പൊന്നാരി. ഒരാൾക്ക് നോക്കിക്കൊണ്ട് കിടക്കുന്നടി. എന്റെ പൊന്നിങ്ങി വാ, എന്റെ പൊന്നാരി ഓടി വാ.
ഓടിയോ? പേടിച്ചോറിയാ. ഓടി 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 വാടി. ഓ ദോ ഓടി പോണടി. എന്റെ പൊന്നീവാ ഓടി ഓട്ടിച്ച് വേണ്ട അകത്ത് കയറ്റി. വെളി പോടാ. ഇവിടെ എല്ലാരും വാർത്തയിൽ മുഴുകിയിരിക്കുക. ഞാൻ വെളിയിലോട്ട് വന്ന് ഗൈസ്. അകത്ത് ചൂട്, വെളിയിൽ മഴയ്ക്കാന്ന് തോന്നുന്നു. ഇടി ചെറുതായിട്ടിങ്ങനെ കുടുങ്ങുന്നു. ഞങ്ങൾ കുടുങ്ങുന്നെന്നാ പറയുന്നത്. ഈ ഇടി വെട്ടുമല്ലോ ചെറുതായിട്ട്. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത കണക്ക്. ചെറിയ തണുപ്പുണ്ട്. പിന്നെ ഞാൻ വെച്ച് ടോബിലൂടെ ഇവിടെ നിൽക്കുകയാണ് കുറച്ച് നേരം. അപ്പം നാടെ മുടി കണ്ടോ? കാണാത്തവർ മുടി കണ്ടോ? ബാക്ക് ക്യാമറ ഇട്ട് കാണിക്കാൻ എല്ലാവരും ബിസിയാണ് ഗൈസ്. എനിക്കാണെങ്കിൽ പറ്റത്തില്ലല്ലോ. അപ്പം വെക്കേഷനായിട്ട് വീട്ടിൽ നിൽക്കുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ല സംഭവമാണ്, നല്ല പാക്കാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും.